ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോർത്ത് കേരള സെക്ഷൻ യൂട്യൂബ് ചാനലിലൂടെയുള്ള ശാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് പാഠപഠനത്തിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ സ്നേഹവും നീതിയും ഏറ്റവും വലിയ രണ്ട് കൽപ്പനകൾ എന്ന പാഠം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഈ ആഴ്ചയിൽ പാഠം 13 സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി എന്ന പാഠമാണ് ഈ ആഴ്ചയിൽ നമ്മൾ പഠിക്കുന്നത്. പഠനത്തിനുള്ള വേദഭാഗങ്ങൾ പുറപ്പാട് പുസ്തകം 20 അധ്യായം 1 മുതൽ 17 വരെയുള്ളതായ ഭാഗങ്ങൾ, റോമർ എഴുതിയ ലേഖനം 6 അധ്യായം 1 മുതൽ 3 വരെയുള്ളതായ ഭാഗം, റോമർ എഴുതിയ ലേഖനം 7 അധ്യായം 7 മുതൽ 12 വരെയുള്ളതായ വേദഭാഗം, യിരെമ്യാ പ്രവചനം 31 അധ്യായം അതിൻ്റെ 31 മുതൽ 34 വരെയുള്ളതായ വേദഭാഗം, മത്തായിയുടെ സുവിശേഷം 23 അധ്യായം 23 24 വാക്യങ്ങൾ, യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനം 2 അധ്യായം 1 മുതൽ 9 വരെയുള്ളതായ വേദഭാഗം. ഈ വേദഭാഗങ്ങളിലാണ് ഈ ആഴ്ചത്തെ പാഠം തയ്യാറാക്കിയിരിക്കുന്നത്. മനപ്പാഠവാക്യം റോമർ എഴുതിയ ലേഖനം 13 അധ്യായം 8 വാക്യം, അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ അടിയങ്ങൾ കടന്നു വന്നിരിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ അടിയങ്ങളെ ബലപ്പെടുത്തണമേ. അങ്ങയുടെ വചനം പഠിക്കുവാൻ അടിയങ്ങളെ ശക്തീകരിക്കണമേ. അങ്ങയുടെ തിരുവഴുത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ ഏഴകളായ അടിയങ്ങളുടെ ഓരോരുത്തരുടെയും കണ്ണുകളെ പ്രകാശിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത എല്ലാ നല്ല ഉപകാരങ്ങൾക്കായി സ്തോത്രം. അങ്ങയുടെ വചനത്തെ പ്രമാണിപ്പാനും അനുസരിച്ച് ജീവിപ്പാനും അടിയങ്ങളെ ശക്തീകരിക്കണമേ. ഇന്ന് വചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. സകല മാനവും മഹത്വവും പുകഴ്ചയും തിരുമിനിയെടുക്കണമേശു മൂലം താഴ്മയായി ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം. പരിശുദ്ധ പിതാവേ, ആമേൻ. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. ഒരിക്കൽ പ്രശ്നമുണ്ടാക്കുന്നതായ ഒരു സഭാവിശ്വാസിയെ സഭാ കമ്മിറ്റിയിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതായ സമയത്ത് കമ്മിറ്റിയിലുള്ളതായ ഒരംഗം ഈ വണ്ണം പറഞ്ഞു: മനസ്സലിവിനെ അടിസ്ഥാനമാക്കി നമുക്ക് തീരുമാനങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുകയില്ല. അതെ, നമുക്കത് പറ്റുകയില്ല. ദൈവത്തെക്കുറിച്ച്, അവൻ്റെ കൽപ്പന എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ഈ മനുഷ്യൻ്റെ ധാരണ എന്തായിരിക്കുമെന്നതിനെപ്പറ്റി പാസ്റ്റർ ചിന്തിക്കുകയുണ്ടായി. നാം മനുഷ്യരോട് പ്രത്യേകമായ ഒരു മനസ്സലിവോടുകൂടെ വേണം പെരുമാറുവാൻ. ദൈവം ഇവിടെ പറയുകയാണ്, അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത്. നാം പരസ്പരം സ്നേഹിക്കുന്നവരായിരിക്കണം. അതുകൊണ്ട് മനസ്സലിവ് എന്ന് പറയുന്നതായ ആ വസ്തുത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നാം ഓരോരുത്തരോടും മനസ്സലിവോടുകൂടെ വേണം, അല്ലെങ്കിൽ വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടെ വേണം നാം പെരുമാറുവാൻ. ദയയോടുകൂടെ നാം ഓരോ കാര്യങ്ങൾ വീക്ഷിക്കുകയും ഓരോ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യണം. നമ്മുടെ തീരുമാനങ്ങൾ മറ്റുള്ളവർക്ക് ഹാനി വരത്തക്ക രീതിയിലുള്ളതായിരിക്കരുത്. മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതായ ഒന്നായിരിക്കരുത്, അല്ലെങ്കിൽ വേദനപ്പെടുത്തുന്നതായ ഒന്നായി തീരരുത്. മറ്റുള്ളവരുടെ നന്മയ്ക്ക് പറ്റുന്നതായ രീതിയിൽ നാം തീരുമാനങ്ങൾ എടുക്കണം. പലപ്പോഴും അങ്ങനെയുള്ളതായ സാഹചര്യം ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകണമെങ്കിൽ നാം ദൈവത്തിൽ ആശ്രയിച്ചേ മതിയാകും.
കർത്താവിൻ്റെ കരങ്ങളിൽ നാം നമ്മെ തന്നെ സമർപ്പിച്ച്, നമ്മുടെ സഹോദരങ്ങളുടെ പ്രശ്നങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥനയോടുകൂടെ നാം നീങ്ങുമ്പോൾ ഓരോ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ അതിനായി വഴി നടത്തും. മനസ്സലിവ് എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ വേർപിരിക്കുവാൻ കഴിയാത്ത മറ്റൊരു ഘടകമാണ്. ദൈവം നമ്മോട് പറയുകയാണ്, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുക, അല്ലെങ്കിൽ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അങ്ങനെയാണ് എങ്കിൽ സ്നേഹവും ന്യായപ്രമാണവും ഒന്നിച്ച് നീങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ സ്നേഹത്തിൽ സകല ന്യായപ്രമാണങ്ങളും അടങ്ങിയിരിക്കുന്നു. അതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സ്നേഹത്തിൻ്റെ ഒരു പൂർത്തിമ ഭാവമാണ് ന്യായപ്രമാണത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ന്യായപ്രമാണത്തിൻ്റെ ഒരു വിവർത്തനം തന്നെയാണ്, ഒരു വിവരണം തന്നെയാണ് വേദപുസ്തകമെന്ന് നമുക്ക് കാണുവാൻ കഴിയും. എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നത്? എങ്ങനെയാണ് മനുഷ്യനെ സ്നേഹിക്കുവാൻ കഴിയുന്നത്? എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നത്? അതിനെക്കുറിച്ചുള്ളതായ ഒരു വിവരണമാണ് ദൈവത്തിൻ്റെ പുസ്തകം നമുക്ക് നൽകുന്നത്. യഥാർത്ഥമായി വേദപുസ്തകത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയതായ രൂപം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ളതായ സ്നേഹമാണ്. അപ്പോൾ ദൈവത്തെ നാം സ്നേഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ നാം നിവർത്തിക്കും. നാം അന്യോന്യം സ്നേഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ നാം നിവർത്തിക്കുന്നു. അപ്പോൾ ന്യായപ്രമാണത്തിൽ എഴുതിയ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുക. രണ്ടാമത്തെ കൽപ്പന എന്ന് പറയുന്നത് മനുഷ്യനെ സ്നേഹിക്കുക. അപ്പോൾ നാം സ്നേഹിക്കുമ്പോൾ, അല്ലെങ്കിൽ പരസ്പരം സ്നേഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ നാം നിവർത്തിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ന്യായപ്രമാണം സ്നേഹത്തിൻ്റെ ഒരു വേർപിരിക്കുവാൻ കഴിയാത്ത ഒരു ഘടകമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പലരും പറയുന്നത് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത്, ഇപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ ആവശ്യമില്ല, മറിച്ച് നാം പരസ്പരം സ്നേഹിച്ചാൽ മതി എന്നാണ്. അങ്ങനെ ഒരു ചിന്താഗതി വളരെ അർത്ഥശൂന്യമായ ഒരു ചിന്താഗതിയാണ്. നമുക്ക് ദൈവത്തെ സ്നേഹിക്കും, അല്ലെങ്കിൽ നാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണം നാം അനുസരിക്കും. അതാണ് ശരിയായിട്ടുള്ളതായ രൂപം. ന്യായപ്രമാണം നമുക്ക് മാറിപ്പോയി എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുകയില്ല. മറിച്ച് നാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ന്യായപ്രമാണത്തെ നാം നിവർത്തിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകളിൽ അനേകമായിട്ടുള്ളതായ മൂല്യ തത്വങ്ങളൊന്നുമല്ല, മറിച്ച് നാം ജീവിതത്തിൽ നാം നയിക്കേണ്ടതായ ചില നിർദ്ദേശങ്ങളാണ് ദൈവം നമ്മിൽ നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം തൻ്റെ വചനത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത്. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുക. എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത്? എങ്ങനെയാണ് മനുഷ്യരോടുകൂടെ സ്നേഹത്തിൽ ജീവിക്കേണ്ടത്? മനുഷ്യനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ദൈവം തൻ്റെ വചനത്തിലൂടെ പറഞ്ഞിരിക്കുന്നു. ഇത്രയും ഭാഗമാണ് നമ്മൾ ശനിയാഴ്ചത്തെ പാഠത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞായറാഴ്ചത്തെ പാഠത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ സ്നേഹത്തിൻ്റെ ന്യായപ്രമാണം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഞായറാഴ്ചത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. മുമ്പേ നമ്മൾ പറഞ്ഞു, ദൈവത്തിൻ്റെ ന്യായപ്രമാണം കേവലം ഒരു തത്വങ്ങൾ കൊണ്ട് നിറഞ്ഞതല്ല, മറിച്ച് നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളായാണ്, അവിടെ നിർദ്ദേശങ്ങളാണ് ദൈവം വയ്ക്കുന്നത്. ദൈവത്തെ നാം സ്നേഹിക്കുമ്പോൾ എന്തു ചെയ്യണമെന്നാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും പുരാതന കാലത്ത് തന്നെ മനുഷ്യർ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് അവർക്കറിയത്തില്ല. എന്നാൽ യഥാർത്ഥമായി ജീവനുള്ള ദൈവം, നമ്മെ നിർമ്മിച്ച ദൈവം, നമ്മെ വീണ്ടെടുത്ത ദൈവം എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങൾ ദൈവം തൻ്റെ ജനത്തിന് നൽകിയെന്ന് നമുക്ക് കാണുവാൻ കഴിയും.
അവിടെ ഇസ്രായേൽ മക്കൾക്ക് ദൈവം ആദ്യമായി നൽകുന്നത് ദൈവത്തിൻ്റെ 10 കൽപ്പനയായ നിയമമാണ്. ഈ 10 കൽപ്പനയായ നിയമം ഒരു ഹെബ്രായൻ ലോകത്തിൽ വന്നു വീഴുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ജനിക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ 10 കൽപ്പനയുണ്ട്, ദൈവത്തിൻ്റെ 10 കൽപ്പനയുണ്ട് എന്ന് വചനം പറയും. അല്ലെങ്കിൽ ഈ ലോകത്തെ ഉണ്ടാക്കിയതായ സമയം ദൈവത്തിൻ്റെ നിയമം നിലവിലുണ്ട്. അത് ദൈവത്തിൻ്റെ നിയമം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ ന്യായപ്രമാണം. അപ്പോൾ ദൈവം എന്നാണ് ഉണ്ടായത്, ആ കാലം മുതൽ ദൈവത്തിൻ്റെ നിയമം നിലനിന്നു എന്ന് വേണം നമ്മൾ പറയാൻ. അപ്പോൾ ദൈവം അനാദിയായി ശാശ്വതമായ ദൈവമായിരുന്നു. അവൻ പൂർവകാലത്ത് തന്നെ ദൈവമുണ്ടായിരുന്നു. അവന് ആദിയുമില്ല അവസാനമില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ന്യായപ്രമാണത്തിൻ്റെ ഉത്ഭവം. ദൈവം സ്നേഹമാകുന്നു. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ നിവൃത്തിയാണ് ന്യായപ്രമാണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ദൈവവും മനുഷ്യരും തമ്മിലുള്ള ഒരു ബന്ധത്തെ നയിക്കുന്ന സ്നേഹത്തിൻ്റെ തത്വങ്ങൾ ആയ 10 കൽപ്പനയുടെ അടിസ്ഥാനങ്ങൾ ഏദൻ തോട്ടത്തിന് മുമ്പേ അതിൻ്റെ സ്ഥാനത്ത് ഉണ്ടായിരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കൾക്ക് ദൈവം അത് 2 കല്ലുകളിൽ എഴുതി കൊടുക്കുന്നതായിട്ട് നമ്മൾ പഠിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ മിസ്രൈമിൽ നിന്ന് വീണ്ടെടുത്ത് കൊണ്ടുവന്ന ശേഷം അവർക്ക് ഞാനാണ് നിങ്ങളുടെ ദൈവം, ഞാനാണ് മിസ്രൈമിൽ നിന്ന് തൻ്റെ ബലമുള്ള ഭുജത്താൽ വീര്യപ്രവർത്തികളാൽ അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നായ ദൈവം എന്ന് പറയുകയാണ്. ഞാനാണ് നിങ്ങളെ വീണ്ടെടുത്തവനെന്ന് പറഞ്ഞ ശേഷം ആണ് ദൈവം അവരോട് ഒരു ഉടമ്പടി ബന്ധം ഏർപ്പെടുക, ഒരു ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെയാണ് അവർക്ക് 10 കൽപ്പന അവർക്ക് നൽകുന്നത്. അല്ലെങ്കിൽ ഈ ഉടമ്പടി ബന്ധത്തിലാണ് അവർക്ക് ഈ 10 കൽപ്പന നൽകുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ദൈവം വീണ്ടെടുക്കുന്നതായ തൻ്റെ ജനത്തിനാണ് ദൈവം ഈ നിയമം കൊടുക്കുന്നത്. നാമും ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനമാണ്, കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ജനമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ 10 കൽപ്പന എഴുതിയിരിക്കുന്ന 1 ദൈവത്തോടുള്ളതായ കടപ്പാട്, 2 മനുഷ്യനോടുള്ളതായ കടപ്പാട്. നാം ദൈവത്തിൻ്റെ ന്യായപ്രമാണം നാം അനുസരിക്കുമ്പോൾ ദൈവത്തെ നാം സ്നേഹിക്കുന്നു. കൂട്ടുകാരനെ നാം സ്നേഹിക്കുമ്പോൾ കൂട്ടുകാരനോട് കടപ്പെട്ടതായ നിയമത്തെ നാം പ്രമാണിക്കുന്നു. ഈ ന്യായപ്രമാണം ദൈവവും മനുഷ്യനും തമ്മിലുള്ളതായ ബന്ധങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത്. ആദ്യത്തെ 4 കൽപ്പനകൾ ദൈവത്തോടുള്ളതായ ബന്ധത്തെയും, അതുപോലെ ബാക്കിയുള്ള 6 കൽപ്പനകൾ മനുഷ്യനോടുള്ളതായ ബന്ധങ്ങളെയും കുറിച്ചാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 2-ാമത്തെ കൽപ്പന അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അപ്പോൾ നാം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുമ്പോൾ ഈ ന്യായപ്രമാണത്തെ നാം നിവർത്തിക്കും. നാം കൂട്ടുകാരനെ നമ്മെ പോലെ തന്നെ സ്നേഹിക്കുമ്പോൾ 2-ാമത്തെ കൽപ്പനയും നാം പ്രമാണിക്കും. ഈ 10 കൽപ്പനയിൽ ഓരോ കൽപ്പനകൾ നാം എടുത്ത് പഠിക്കുമ്പോൾ, ഇതിൻ്റെ ദൈവമായ ആദ്യമേ ഞാനല്ലാതെ അന്യദൈവം നിനക്കുണ്ടാകരുത്, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, ദൈവത്തിൻ്റെ നാമം വൃഥ എടുക്കരുത്, ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാനോർക്കാം. ഈ 4 കൽപ്പനകൾ ദൈവത്തോടുള്ളതായ കടപ്പാടാണ്.
നാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ഈ 4 കൽപ്പനയെ നാം അനുസരിക്കും. ഇതിലൊന്ന് തെറ്റിക്കുമ്പോൾ നാം ഈ മുഴുവൻ കൽപ്പനയും തെറ്റിക്കും. വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയാണെങ്കിൽ നാം ഈ 4 കൽപ്പനയും ലംഘിക്കുന്നതായിട്ട് നമുക്ക് അത് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ 6 കൽപ്പന, ബാക്കിയുള്ള 6 കൽപ്പന മനുഷ്യനോടുള്ള കൂട്ടുകാരനുള്ളതായ നമ്മുടെ സ്നേഹത്തെ കാണിക്കുന്നു. അതിലൊന്ന് ലംഘിക്കുമ്പോൾ ആ സകല കൽപ്പനകളും നാം ലംഘിക്കുന്നു. അതാണ് നമുക്ക് ഈ കൽപ്പനയോടുള്ളതായ പ്രത്യേകത മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഒരുവൻ സകല ന്യായപ്രമാണം അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനാണ്. അപ്പോൾ ഈ ഒരു കൽപ്പന നാം ലംഘിച്ചാൽ സകല കൽപ്പനകളും ലംഘിച്ചതിന് തുല്യമാണ്. അതുകൊണ്ട് ഈ 10 കൽപ്പന നാം അനുസരിക്കുന്നത് ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തെ അത് പ്രകടിപ്പിക്കുന്നു. തിങ്കളാഴ്ചത്തെ ഭാഗം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലത് തന്നെ. സ്നേഹമാണ് കൽപ്പനയുടെ അടിസ്ഥാനം. ദൈവം നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ് ദൈവത്തിൻ്റെ ഈ 10 കൽപ്പന സുവർണീയ നിയമം അല്ലെങ്കിൽ സുവർണ നിയമം എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. സ്നേഹമാണ് കൽപ്പനയുടെ അടിസ്ഥാനം. നാം ഏത് കൽപ്പന അനുസരിച്ച് നടന്നാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ വണ്ണം ദൈവത്തിൻ്റെ നിയമം പ്രമാണിക്കുവാൻ കഴിയുകയുള്ളൂ. വെറുതെ അത് അനുഷ്ഠിച്ച് കാണിച്ചിട്ട് പ്രയോജനമില്ല. പക്ഷെ അത് അനുസരിക്കേണ്ടതായ രീതിയിൽ അനുസരിച്ചുവെങ്കിൽ മാത്രമേ അതിൽ പ്രയോജനമുള്ളൂ. നമ്മുടെ ബലഹീനത കൊണ്ട് നാം പാപികളും ദോഷികളുമാണ്, ബലഹീനരാണ്, പാപ പ്രേരണയുള്ളവരായി ജനിച്ചവരാണ്, അല്ലെങ്കിൽ പാപത്തിന് അധീനമായ ശരീരത്താൽ ജനിച്ചവരാണ്. അങ്ങനെയുള്ള നാം ദൈവത്തിൻ്റെ ഈ ന്യായപ്രമാണം അനുസരിക്കുവാൻ നമ്മുടെ സ്വന്തം ശക്തിയാൽ കഴിയില്ല. അതുകൊണ്ടാണ് ദൈവം മാനവന് ദൈവത്തിൻ്റെ കൃപ നൽകിയത്. പാപത്തിൽ വീണു പോകാതിരിക്കാനുള്ള ദൈവത്തിൻ്റെ കൃപ. ആ കൃപയിൻ കീഴിൽ നാം ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് അനുസരിച്ച് നാം ജീവിക്കും. നാം പാപികളായിരുന്നപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു, പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമുക്ക് നൽകി. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ തന്നെ നാം പാനം ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ ഇനി നാം പാപം ചെയ്യത്തില്ല. നാം ന്യായപ്രമാണ പ്രകാരം ജീവിക്കും. ആത്മാവിനെ അനുസരിച്ചാണ് നാം നടക്കുന്നതെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നമ്മിൽ നിവൃത്തിയായിത്തീരും. മറിച്ച് നാം ഇപ്പോഴും ജഡകീയ ചിന്തയിൽ മുഴുകി ജീവിക്കുന്നുവെങ്കിൽ നാം പാപത്തിന് അധീനമായി നാം ജീവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇനി കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യരുത്, പാപം ചെയ്യരുത് എന്ന് പറയുന്നത്. കാരണം പാപം ചെയ്യാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ പാപം ചെയ്യാനുള്ളതായ പ്രേരണ ഇപ്പോഴും ഉണ്ട്. പക്ഷേ നാം യേശുവിൽ ആശ്രയിക്കണം. യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയായിരിക്കണം നമ്മുടെ ജീവിത ഓട്ടം മുന്നോട്ട് പോകുവാൻ. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചല്ലാതെ നമുക്ക് ജീവിപ്പാൻ കഴിയില്ല. റോമർക്കെഴുതിയ ലേഖനം നാം വായിക്കുമ്പോൾ അതിൻ്റെ 6-ാം അധ്യായം 1 മുതൽ നാം വായിക്കുമ്പോൾ, ആകയാൽ നാം എന്തു പറയേണ്ടു, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തു കൊണ്ടിരിക്ക എന്നോ, ഒരു നാളും അരുത്. പാപ സംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന് സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാം ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പറയുകയാണ്, കൃപ വരുകേണ്ടത് നമ്മൾ പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് ഒരു നാളും അരുത്. അപ്പോൾ വീണ്ടും
ഈ കൃപയിൽ നാം ആശ്രയിച്ച് ജീവിച്ചില്ലെങ്കിൽ നമുക്ക് പാപം ചെയ്യാനുള്ള ടെൻഡൻസി, അല്ലെ, പാപം ചെയ്യാനുള്ള പ്രേരണയുണ്ട്. മറിച്ച് നാം ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചു പോയാൽ പാപത്തിൽ നമുക്ക് വീഴാതെ നമുക്ക് സൂക്ഷിക്കുവാൻ കഴിയും. എങ്ങനെയാണ് നമുക്ക് പാപം ചെയ്യാതെ ജീവിക്കുവാൻ കഴിയുന്നത്? നമുക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കണം. എന്താണ് ദൈവ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ കൃപ ലഭിക്കുവാൻ ചെയ്യേണ്ടത്? ദൈവചിന്തയോടെ ഇരിക്കണം. ദൈവചിന്തയോടെ ഇരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നാം ധ്യാനിച്ച് പ്രാർത്ഥനയുള്ളവരായിരിക്കണം. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപിയുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ രാപകൽ ധ്യാനിക്കുന്നവരായിരിക്കണം, ദൈവവചനത്തെ നല്ലവണ്ണം പഠിക്കുന്നവരായിരിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. 119 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, 119 സങ്കീർത്തനം അതിൻ്റെ 9, 10, 11 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു. നിന്റെ കൽപ്പനകളെ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരരുതേ. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ പാപം ചെയ്യുകയില്ല. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടതായി തീരണം. അങ്ങനെ ചെയ്തുവെങ്കിൽ മാത്രമേ നമുക്ക് പാപം ചെയ്യാതെ ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 7 മുതൽ 12 വരെ നാം വായിക്കുമ്പോൾ, ആകയാൽ നാം എന്തു പറയേണ്ടു? ന്യായപ്രമാണം പാപമെന്ന് ഒരു നാളും അരുത്. എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകുന്നു. ഞാനൊരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു. എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നുവെന്ന് ഞാൻ കണ്ടു. പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലത് തന്നെ. എന്നാൽ നന്മയായുള്ളത് എനിക്ക് മരണകാരണമായി തീർന്നുവെന്നോ ഒരു നാളും അരുത്. പാപമത്രേ മരണമായി തീർന്നത്. അത് നന്മയായുള്ളതിനെ കൊണ്ട് എനിക്ക് മരണം ഉളവാക്കുന്നതിനാൽ പാപം എന്ന് തെളിയേണ്ടതിന് കൽപ്പനയാൽ അത്യന്തം പാപമായി തീരേണ്ടതിന് തന്നെ. ഇപ്പോൾ നമ്മൾ ഇവിടെ വായിക്കേണ്ടത്, ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകുന്നു. അപ്പം ഒരിടത്ത് ഒരു കൽപ്പനയുണ്ടെങ്കിൽ അതിൻ്റെ ലംഘനമാണ് പാപം. അപ്പോൾ ഈ പാപം ചെയ്യാതെ ജീവിക്കണമെങ്കിൽ കർത്താവ് യേശുവിൻ്റെ കൃപയിലൂടെയല്ലാതെ നമുക്ക് പറ്റുകയില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നമ്മളിവിടെ അതിൻ്റെ 7-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 21 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അതെൻ്റെ അവയവങ്ങളിലുള്ള പാവപ്രമാണത്തിൽ എന്നെ ബന്ധനാക്കി കളയും. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ! ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു. അവിടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ നമുക്ക് ദൈവത്തിൻ്റെ പ്രമാണത്തെ അനുസരിക്കുവാൻ കഴിയില്ല. കൽപ്പന വിശുദ്ധമാണ്, ന്യായവും നല്ലതുമാണ്. ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിൽ ന്യായമായിട്ടുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ.
ഈ കൽപ്പന കർത്താവിലുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നാം അതിനെ ദുർബലപ്പെടുത്തുകയില്ല. യേശുവിൽ നമുക്ക് വിശ്വാസമുണ്ട് എങ്കിൽ ആ നിയമം നമ്മൾ അനുസരിച്ച് തന്നെ നമ്മൾ പോകും. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 31-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന, ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ? ഒരു നാളുമില്ല, നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക അത്രേ ചെയ്യുന്നത് എന്ന് വിശുദ്ധ ഗ്രന്ഥം രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൽ നാം പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ, കർത്താവായ യേശുവിനെ നാം പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കും. ആ ദൈവിക കൃപയാൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിപ്പാൻ നമുക്ക് കഴിയും. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ, ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ ജഡസ്വഭാവമുള്ളവർക്ക് ജഡത്തിനുള്ളതും ആത്മാസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. അപ്പോൾ ഇവിടെ ദൈവിക ചിന്തയുണ്ടെങ്കിൽ മാത്രമേ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലുണ്ട് എങ്കിൽ മാത്രമേ, ദൈവത്തിൻ്റെ കൃപ ലഭിച്ചുവെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. കർത്താവിൽ നാം വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസം ന്യായപ്രമാണത്തെ ദുർബലപ്പെടുത്താതെ ആത്മാവിനെ നാം അനുസരിച്ച് നടന്ന് ന്യായപ്രമാണത്തിൻ്റെ നീതിയിൽ നാം ജീവിക്കും. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം ന്യായപ്രമാണത്തെ ഉയർത്തി കാണിക്കുന്നത്. കാരണം ദൈവം സ്നേഹമുള്ളവനാണ്. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ നിവൃത്തിയായ ന്യായപ്രമാണം ദൈവം എല്ലായ്പ്പോഴും ഉയർത്തി കാണിക്കുവാൻ കാരണം അതാണ്. വിശുദ്ധ ഗ്രന്ഥം നാം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനം ന്യായപ്രമാണം ലംഘിക്കുമ്പോഴെല്ലാം ദൈവം അവരെ ഈ ന്യായപ്രമാണത്തെക്കുറിച്ച് ഉത്ബോധിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ ദൈവത്തിൻ്റെ കൽപ്പന ദൈവം തൻ്റെ സ്വന്തം വിരൽ കൊണ്ട് 2 കല്ലുകളിൽ എഴുതിയതാണ്. എന്തുകൊണ്ടാണ് ദൈവം സ്വന്തം വിരൽ കൊണ്ട് 2 കല്ലുകളിൽ എഴുതി കൊടുത്തത്? അത് മാറ്റമില്ലാത്തതാണ് എന്ന് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവം പറയുകയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും എന്ന് പറയുകയാണ്. ദൈവത്തെ നാം സ്നേഹിക്കുമ്പോൾ അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിക്കും. സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയാണ്. നാം അന്യോന്യം സ്നേഹിക്കുന്നവരായി ജീവിക്കും. അതിനുവേണ്ടി ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ചൊവ്വാഴ്ചത്തെ പാഠത്തേക്ക് നമുക്ക് കടന്നു വരാം. ചൊവ്വാഴ്ചത്തെ പാഠത്തേക്ക് നാം കടന്നു വരാം. കൽപ്പനയും കൃപയും. ദൈവത്തിൻ്റെ കൽപ്പന നമ്മുടെ സ്വന്തം ശക്തിയാൽ അനുസരിക്കുവാൻ നമുക്ക് സാധ്യമല്ല. കാരണം നാം പാപ പ്രേരണയുള്ള അല്ലെങ്കിൽ പാപത്തിൽ ജനിച്ചവരാണ്. ജഡിക ശരീരത്തിൽ ജനിച്ചവരാണ്. പാപം ചെയ്യുവാനുള്ള പ്രേരണയുള്ള ശരീരത്തിൽ ജനിച്ചവരാണ്. അല്ലെങ്കിൽ വീണുപോയതായ താഴ്ചയുള്ള ശരീരത്തിൽ ജനിച്ചവരാണ്. അപ്പോൾ പാപം ചെയ്യുവാനുള്ള പ്രേരണ അധികം ശക്തിയോടുകൂടെ നമുക്കുണ്ട്. അപ്പോൾ ഈ ഒരു ശരീരത്തിൽ, ഈ ഒരു മനസ്സുള്ള നമുക്ക് ദൈവിക നിയമം പ്രമാണിക്കുവാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ ദൈവം നമുക്ക് ദാനമായി നൽകി. ദൈവം ഒരു കാര്യം ചെയ്തു. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ 10 കൽപ്പന എഴുതും എന്ന നിയമം ദൈവം ചെയ്തു. ഇപ്പോൾ ഈ പുതിയ നിയമകാലത്ത് ദൈവം ചെയ്യുവാനിരിക്കുന്നതായ കാര്യം ഇതാണ്. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചതുകൊണ്ടോ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കോ ന്യായപ്രമാണത്തിനോ പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ കഴിയില്ല. മറിച്ച് നാം ദൈവത്തെ സ്നേഹിക്കണം. അങ്ങനെ നാം സ്നേഹിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ളതായി തീരണം. പാപത്തിൽ ആണ്ടുപോയതായ ഹൃദയത്തെ ദൈവം അത് ശുദ്ധീകരിക്കണം. ദൈവം അതിന് ഒരു വാഗ്ദത്തം നമുക്ക് നൽകിയിരിക്കുകയാണ്. യിരെമ്യാ പ്രവചനം 31 മുതൽ 34 വരെ വായിക്കുമ്പോൾ, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരുടെ കൈ പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നു, അവർ എൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്.
എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. അപ്പോൾ നമ്മുടെ ഈ കഠിനമായിട്ടുള്ള ഹൃദയം മാറ്റി മാംസളമായുള്ള ഹൃദയം ദൈവം നമുക്ക് നൽകും. ദൈവം തൻ്റെ നിയമത്തെ അവിടെ എഴുതുമെന്ന് ദൈവം പറയുകയാണ്. അപ്പോൾ ദൈവജനങ്ങളുടെ ഹൃദയത്തിൽ എഴുതപ്പെടും എന്നാണ്. അപ്പോഴെന്ത് ചെയ്യും? ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് എങ്കിൽ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് എങ്കിൽ നാം എന്ത് ചെയ്യില്ല? പാപം ചെയ്യുകയില്ല. അപ്പോൾ ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിപ്പാൻ നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നു. അപ്പോൾ പാപം ചെയ്യാതെ ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കണം. അങ്ങനെ ഒരു അവസ്ഥ വരണമെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെ പുതുക്കണം. അതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയും. അപ്പം ഇവിടെ ദൈവം വാഗ്ദത്തം ചെയ്യുകയാണ്, പുതിയൊരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും എന്ന്. അങ്ങനെ ദൈവം ആ ഒരു വ്യവസ്ഥ ചെയ്യുമ്പോൾ നാം ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ വചനത്തെ പ്രമാണിക്കും, എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും എന്ന് ദൈവം പറയുകയാണ്. ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഈ ന്യായപ്രമാണത്തിന് നമ്മെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം മാത്രമേ നമുക്ക് നൽകുന്നു. ന്യായപ്രമാണം ഒരു കണ്ണാടിയാണ്. നമ്മുടെ മുഖത്ത് ചെളി അല്ലെങ്കിൽ മുഖത്ത് അഴുക്ക് നമ്മെ കാണിച്ചു തരുന്നതായ ഒരു കണ്ണാടി. നാം പാപം ചെയ്യുമ്പോൾ ആ പാപത്തെ ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ നമുക്ക് രക്ഷയുടെ അനുഭവം വേണമെന്ന് അത് ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ ആ കണ്ണാടിക്ക് നമ്മുടെ മുഖം കഴുകുവാൻ കഴിയില്ലാത്തതുപോലെ ന്യായപ്രമാണത്തിന് നമുക്ക് രക്ഷ നൽകുവാൻ കഴിയില്ല, നിത്യജീവൻ നൽകുവാൻ കഴിയുകയില്ല. നിത്യജീവൻ നമുക്ക് നൽകുവാൻ കഴിയുന്നത് കർത്താവായ യേശുവിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ന്യായപ്രമാണം ചെയ്യുന്നത് കർത്താവായ യേശുവിലേക്ക് നമ്മെ നയിക്കുകയാണ്. നിത്യജീവൻ്റെ മാർഗം കർത്താവിൽ മാത്രമേ ഉള്ളൂ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ നിത്യജീവൻ എന്ന് പറയുന്നത് കർത്താവായ യേശുവിൽ മാത്രമേ ഉള്ളൂ. യേശുവിനെ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൽപ്പന എന്ന് പറയുന്നത് നമ്മളെ പാപത്തിൻ്റെ ഒരു പരിജ്ഞാനമാണ്. പാപം എന്താണെന്ന് അത് നമ്മെ അറിയിക്കുന്നു. അപ്പോൾ പാപം ഇന്നതാണ് എന്നറിയുമ്പോൾ അത് ലംഘിക്കാതെ ദൈവത്തെ നാം സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ അത് ലംഘിക്കാതെ ദൈവത്തെ നാം സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുമ്പോഴാണ് നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായി ജീവിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നാം അങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കുമ്പോൾ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമുക്ക് കഴിയും. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർ ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയും. നാം യേശുവിനെ നാം വിശ്വസിക്കുമ്പോൾ, യേശുവിൽ നാം പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ എല്ലാം അവൻ മറച്ചു കളയും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകർത്യം കണക്കിടാതെ ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നെഴുതിയിരിക്കുന്നതായ വചനം അങ്ങനെ നിവൃത്തിയാകും. ദൈവത്തിൽ നാം ആശ്രയിക്കുമ്പോൾ അനേക ലംഘനങ്ങളുടെ ബഹത്വത്തെ ദൈവം മറച്ചു കളയും എന്ന് ദൈവത്തിൻ്റെ വചനം പറയും. അത് ഞാൻ പിന്നെ ഓർക്കുകയില്ല, അത് ഞാൻ സമുദ്രത്തിൻ്റെ അടിയിലേക്ക് ഇട്ട് കളയും എന്നാണ്. അപ്പോൾ അത് ആ ലംഘനങ്ങൾ ദൈവം ഓർക്കില്ല. നമ്മുടെ ലംഘനങ്ങളെ ദൈവം മായിച്ചു കളയും. കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ നമ്മളെ പൂർണ്ണമായി രക്ഷയിലേക്ക് നയിക്കുവാൻ ദൈവത്തിന് കഴിയും. പക്ഷേ ദൈവത്തിൻ്റെ ആ അരികിലേക്ക്, ദൈവത്തിൻ്റെ കൃപാസനത്തിൻ്റെ അരികിലേക്ക് നാം സന്തോഷത്തോടുകൂടെ കടന്നു ചെല്ലണം. കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി നാം സ്വീകരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പാപങ്ങളെ മാഞ്ഞു കിട്ടുകയുള്ളൂ. വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയുള്ളൂ. ന്യായപ്രമാണ പ്രകാരം ജീവിക്കുവാൻ നമുക്ക് കഴിയുള്ളൂ. ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുള്ളൂ.
അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ ഓരോരുത്തരെയും വഴി നടത്തട്ടെ. ബുധനാഴ്ചത്തെ പാഠത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി തന്നെ. സ്നേഹത്തെയും ന്യായപ്രമാണത്തെയും തമ്മിൽ ഉള്ള ബന്ധത്തെ നമുക്ക് പറഞ്ഞറിയിക്കുവാൻ ആവില്ല. വാസ്തവത്തിൽ തിരുവെഴുത്ത് പ്രകാരം സ്നേഹമെന്നാൽ ന്യായപ്രമാണം നിവർത്തിക്കുക എന്നതാണ്. സ്നേഹമെന്നാൽ ന്യായപ്രമാണം നിവർത്തിക്കുക എന്നാണ്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നു എന്ന് റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 8 മുതൽ 10 വരെ നാം വായിക്കുമ്പോൾ പൗലോസ് അവിടെ പ്രത്യേകിച്ച് 10 കൽപ്പനയിലുള്ളതായ അവസാനത്തെ 6 അവിടെ പറഞ്ഞിട്ട്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ള ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നുവെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ന്യായപ്രമാണം നിവർത്തിക്കുന്നത് ഏത് തരം സ്നേഹമാണ്? അത്തരത്തിലുള്ള സ്നേഹം എപ്രകാരം കാണപ്പെടുന്നു? മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 23-ഉം 24-ഉം വാക്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തു അവിടെ പറയുന്നു. ഘനമേറിയവ ഭാഗങ്ങളെക്കുറിച്ച് പറയുന്നു. അവിടെ ന്യായം, കരുണ, വിശ്വാസം എന്നിവയെക്കുറിച്ച് യേശു ന്യായപ്രമാണത്തിൽ ഘനമേറിയ കാര്യങ്ങൾ എന്ന വിധം പറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു കൽപ്പനയോടുള്ള ബന്ധത്തിൽ, അതായത് ശബദ് കൽപ്പന എന്ന് വ്യക്തമായിട്ട് അവിടെ പറയും. അപ്പോൾ ഇവിടെ പറയുന്നത് ന്യായം, കരുണ, വിശ്വാസം, അത് പ്രത്യേകിച്ച് കർത്താവ് ഇത് ഘനമേറിയവ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ന്യായമായത് എന്താണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു കൽപ്പനയുമായുള്ള ബന്ധത്തിൽ അതെടുത്ത് പറയുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് ശബദ് തന്നെ തിരുവഴുത്തിൽ വീണ്ടെടുപ്പും ന്യായവുമായി ഒഴിവാക്കുവാൻ കഴിയാത്ത ഒന്നായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. 56 യെശയ്യാപ്രവചനം 56-ാം അധ്യായം, യെശയ്യാപ്രവചനം 56-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ ശബദിനെ ന്യായം എന്ന് വിളിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. യഹോവ ഇപ്രകാരം അരുളി ചെയ്തു, എൻ്റെ രക്ഷ വരുവാനും എൻ്റെ നീതി വെളിപ്പെടുവാനും അടുത്തിരിക്കയാൽ ന്യായം പ്രമാണിച്ച് നീതി പ്രവർത്തിപ്പീൻ. ശബദിനെ അശുദ്ധമാക്കാതെ പ്രമാണിച്ച് ദോഷം ചെയ്യാതവണ്ണം തൻ്റെ കൈ സൂക്ഷിച്ചുകൊണ്ട് ഇത് ചെയ്യുന്ന മർദ്യനും ഇത് മുറുകെ പിടിക്കുന്ന മനുഷ്യനും ഭാഗ്യവാൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ശബദിനെ ന്യായം എന്ന് വിളിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് വെടിവെച്ചതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ശബദ് കൊടുത്തതായിട്ട് അവിടെ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് ദൈവജനത്തോട് കൂട്ടിച്ചേർത്തപ്പോൾ ആ ഒരു അനുഭവവും ദൈവം നമുക്കും കൂടെ നൽകിയിട്ടുണ്ട് എന്നുള്ള വസ്തുത ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നു. അപ്പോൾ ദൈവജനത്തിന് ഒരു ശബദാനുഭവം ശേഷിച്ചിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നതാണ്. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ശബദിനെ അശുദ്ധമാക്കാതെ പ്രമാണിച്ച് ദോഷം ചെയ്യാതവണ്ണം തൻ്റെ കൈ സൂക്ഷിച്ചു കൊണ്ട് ഇത് ചെയ്യുന്ന മർദ്യനും ഇത് മുറുകെ പിടിക്കുന്ന മനുഷ്യനും ഭാഗ്യവാൻ. യഹോവയോട് ചേർന്നിട്ടുള്ള അന്യജാതിക്കാരൻ യഹോവ എന്നെ തൻ്റെ ജനത്തിൽ നിന്ന് അശേഷം വേർപ്പെടുത്തും എന്ന് പറയരുത്. ദൈവം പ്രത്യേകമായിട്ട് തൻ്റെ വചനത്തിലൂടെ പറഞ്ഞിരിക്കുകയാണ്. 58-ാം അധ്യായം അതിൻ്റെ 13-ഉം 14-ഉം നാം വായിക്കുമ്പോൾ അവിടെ ഈ വണ്ണം പറയുന്നത്, നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികളെ നോക്കാതെ ശബദിൽ നിന്റെ കാലടക്കി വെച്ച് ശബദിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്ന് പറയുകയും നിന്റെ വേലയ്ക്ക് പോവുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിൻ്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും, ദൈവത്തിൻ്റെ നിയമം നാം പ്രമാണിക്കണമെങ്കിൽ വിശുദ്ധ ശബദ് ഉൾപ്പെടെയുള്ളതായ ദൈവകൽപ്പനയെ നാം പ്രമാണിക്കുന്നവരായിരിക്കണം.
അതിലൊന്ന് അഴിക്കുകയും മനുഷ്യനെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിലില്ല. അത് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വരാതിരിപ്പാൻ നാം സൂക്ഷിക്കണം. ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരായി, യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരായി നാം ജീവിക്കണം. വിശ്വാസത്തോടുകൂടെ, വിശ്വസ്തയോടുകൂടെ മുന്നോട്ട് നാം പോകണം. പരസ്പരം സ്നേഹിക്കുന്നവരായി, അന്യോന്യം സ്നേഹിക്കുന്നവരായി, ദൈവത്തെയും മനുഷ്യരെയും സ്നേഹിക്കുന്നവരായി നാം ജീവിക്കണം. എങ്കിൽ മാത്രമേ ദൈവം ഒരുക്കുന്നതായ ആ സ്വർഗത്തിന് യോഗ്യരായി തീരുവാൻ നമുക്ക് കഴിയുള്ളൂ. നമുക്ക് വ്യാഴാഴ്ചത്തെ പാഠത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എല്ലാറ്റിലും ഉപരി അന്യോന്യം സ്നേഹിക്കുക. ഏതെല്ലാം നിയമം പ്രവർത്തിച്ചാലും അല്ലെങ്കിൽ ഏതെല്ലാം നിയമം നാം പാലിച്ചാലും സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ദൂതന്മാരുടെ ഭാഷയിൽ നാം സംസാരിച്ചാലും ശരി, സ്നേഹമില്ല എങ്കിൽ സ്നേഹമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അന്യോന്യം സ്നേഹിക്കുക. ഈ കൽപ്പന നമുക്ക് നൽകിയിരിക്കുന്നത് പരസ്പരം സ്നേഹത്തിലുള്ള ബന്ധത്തിൽ ഏർപ്പെട്ടിരിപ്പാൻ തക്കവണ്ണമാണ്. അന്യനെ നാം സ്നേഹിക്കണം. ഇപ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്നത് നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നു. അപ്പോൾ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നു ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യാൻ കടപ്പെട്ടവരാണ്? നമ്മുടെ സഹോദര വർഗത്തെ നാം സ്നേഹിക്കണം. അപ്പോൾ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം രണ്ടുടുപ്പുള്ളവൻ ഒരുടുപ്പ് എന്ത് ചെയ്യണം? ഇല്ലാത്തവന് കൊടുക്കണം. പരസ്പരം സഹായിക്കുന്നവരായി ജീവിക്കണം. പരസ്പരം ഭാരം ചുമക്കുന്നവരായിരിക്കണം. പരസ്പരം കുറ്റപ്പെടുത്താതെ അവരുടേതായ പ്രശ്നങ്ങളെ പരിഹരിച്ച് ദൈവസ്നേഹത്തിൽ കൂടെ ചേർത്ത് ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ്. ഒരു സ്വന്തം കുടുംബം പോലെ അയൽവക്കക്കാരുമായിട്ട് നല്ല സ്നേഹത്തിലായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ സഹായം ആവശ്യമായവരെ നാം സഹായിക്കണം. നല്ല അയൽവക്കക്കാരൻ്റെ കഥ, നല്ല അയൽക്കാരൻ്റെ കഥയിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു ഇതാണ് നമ്മെ പഠിപ്പിച്ചത്. നമ്മുടെ സഹായം ആവശ്യമുള്ളവർക്ക് നമ്മുടെ സഹായം എത്തിച്ചു കൊടുക്കുക. നമുക്ക് കാണുവാൻ സാധിക്കുന്ന പല കാര്യങ്ങൾ, ദരിദ്രരായിട്ട് അനേകായിരങ്ങളുണ്ട്. ഒരു നേരത്തെ ആഹാരം കിട്ടാത്തതായ അനേകായിരങ്ങളുണ്ട്. അനേക സാധുക്കളുണ്ട്. വസ്ത്രമില്ലാതെ വഴിയിൽ കിടക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നതായ ഓരോ കമ്മ്യൂണിറ്റി സർവീസുകളും ഇതുപോലുള്ളതായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യണം. സാധുക്കളെ സഹായിക്കുക, പരസ്പരം സ്നേഹത്തോടെ അന്യോന്യം കരുതുന്നവരായി നാം ജീവിക്കുക. അങ്ങനെ നാം ജീവിക്കുമ്പോൾ തീർച്ചയായും ദൈവം നമ്മെ അനുഗ്രഹിക്കും. യാക്കോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ വണ്ണം പറഞ്ഞിരിക്കുന്നു: സഹോദരന്മാരെ, തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരം ഇട്ടും കൊണ്ട് ഒരുത്തന് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ഒരു ദരിദ്രൻ വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖേന ഇരുന്നാലും എന്നും ദരിദ്രനോട് നീ അവിടെ നിൽക്ക, അല്ലെങ്കിൽ എൻ്റെ പാദപീഠത്തിൽ ഇരിക്ക എന്ന് പറയുന്നു എങ്കിൽ നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവരായില്ലയോ? പ്രിയ സഹോദരന്മാരെ, കേൾപ്പി. ദൈവം ലോകത്തിൽ ദരിദ്രന്മാരായവരെ വിശ്വാസത്തിന് സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശികളുമാക്കേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ? നിങ്ങളോ ദരിദ്രനെ അപമാനിച്ചിരിക്കുന്നു. ധനവാന്മാർ അല്ലയോ നിങ്ങളെ പീഡിപ്പിക്കുന്നത്? അവർ അല്ലയോ നിങ്ങളെ ന്യായ സ്ഥാനങ്ങളിലേക്ക് ഇഴച്ചു കൊണ്ടുപോകുന്നത്? നിങ്ങളുടെ മേൽ വിളിച്ചിരിക്കുന്ന നല്ല നാമത്തെ അവർ അല്ലയോ ദുഷിക്കുന്നത്? എന്നാൽ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന തിരുവഴുത്തിനൊത്തവണ്ണം രാജകീയ ന്യായ പ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നുവെങ്കിൽ നന്ന്. മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യും. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ദൈവം എന്ത് ചെയ്യണം? ദരിദ്രന്മാരെ കരുതുവാൻ തക്കോണം ദൈവം പ്രത്യേകമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ക്രിസ്തു സ്നേഹിച്ചതുപോലെ നാം ലോകത്തെ സ്നേഹിക്കണം.
ദൈവം നമ്മെ ലോകത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. ദൈവം നമ്മെ വരമേൽപ്പിച്ചതായ ആ ദൈവിക സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുവാൻ തക്കോണം ദൈവം നമ്മെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ നാം സ്വർഗത്തിൻ്റെ ആ സന്ദേശത്തിലേക്ക് നാം നയിക്കണം. അങ്ങനെ അനേകായിരങ്ങളെ ദൈവം ഒരുക്കുന്ന ആ സ്വർഗത്തിന് യോഗ്യരാക്കി തീർക്കുവാൻ തക്കോണം നാം ഒരുക്കമുള്ളവരായിരിക്കണം. അതുകൊണ്ട് നാം പരസ്പരം സ്നേഹമുള്ളവരായി പരസ്പരം സഹായിക്കുന്നവരായി ജീവിക്കണമെന്ന് ദൈവം നമ്മെ ഓർപ്പിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്ന് യേശു തൻ്റെ അനുയായികളോട് കൽപ്പിക്കുന്നു. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. നമുക്ക് അറിയാം, ദൈവത്തെ നാം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ സ്നേഹിക്കണം. കാണപ്പെടുന്ന സഹോദരന്മാരെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അപ്പോസ്തലന്മാരെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് നാം മുറ്റു സ്നേഹമുള്ളവരായിരിക്കണമെന്നാണ്, ദയയുള്ളവരായിരിക്കണമെന്നാണ്, കരുണയുള്ളവരായിരിക്കണം എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നാം എല്ലാറ്റിലും ഒരു പരസ്പരം സ്നേഹിക്കുന്നവരായിരിക്കണം. നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും സ്നേഹത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരിക്കണം, അല്ലെങ്കിൽ അധിഷ്ഠിതമായിട്ടുള്ളതായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പേര് സമ്പാദിക്കുവാൻ തക്കവണ്ണമുള്ളതോ പ്രശംസ പ്രാപിക്കുവാൻ തക്കവണ്ണമുള്ള ഒന്നായി തീരരുത്. അത് ദൈവം പ്രത്യേകമായി നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ വെള്ളിയാഴ്ചത്തെ പാഠത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ എലൻ ജി വൈദ്യൻ്റെ പുസ്തകത്തിൽ ഈ വണ്ണം പറഞ്ഞിരിക്കുന്നു: മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നവർക്ക് നല്ല ഇടയവൻ ശുശ്രൂഷകനായിരിക്കും. അവർ ജീവൻ്റെ ജലം പാനം ചെയ്ത് തൃപ്തരാകും. അങ്ങനെയുള്ളവർ ലോകത്തിൻ്റെ വെറിക്കൂത്തുകൾ ഇഷ്ടപ്പെടുകയില്ല. അവരുടെ ഹൃദയഭാരം മനുഷ്യാത്മാവിൻ്റെ രക്ഷയ്ക്കായിരിക്കും. സമൂഹത്തിനും അവരുടെ സേവനം പ്രയോജനകരമായിരിക്കും. യേശുവിനോടുള്ള സ്നേഹം മനുഷ്യരെ പരസ്പരം അടുപ്പിക്കുന്നു. നാം ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ എന്ന ബോധത്തോടെ പ്രവർത്തിക്കുമ്പോൾ ദൈവവാഗ്ദത്തത്തെക്കുറിച്ച് ഉദാസീനത കാട്ടുകയില്ല. അവ നമ്മുടെ ഹൃദയങ്ങളിൽ എരിഞ്ഞുകൊണ്ടിരിക്കുകയും അതിരങ്ങളെ ജ്വലിപ്പിക്കുകയും ചെയ്യും. അജ്ഞരും ശിക്ഷണബോധവും ഇല്ലാത്തവരുമായ ഒരു ജനത്തെ ശുശ്രൂഷിപ്പാനായി മോശയെ വിളിച്ചപ്പോൾ ദൈവം നൽകിയ വാഗ്ദത്തം, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്നതായിരുന്നു. യഹോവയുടെ സാന്നിധ്യം ഇന്ന് നമ്മോടുകൂടെയുണ്ട്. ദൈവം നമ്മെ പേർ ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തെ ലോകത്തിലുള്ളതായ ജനതയോട് ഘോഷിപ്പാൻ തക്കവണ്ണം, ജനതയെ നേർവഴിക്ക് നയിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായി നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ വചനം പഠിക്കുവാൻ അടിയങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ഇന്ന് കേട്ട വചനത്തിനൊത്തവണ്ണം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ, അന്യോന്യം സ്നേഹിക്കുന്നവരായി ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ. അടിയങ്ങളുടെ കുറവശങ്ങളെയും പാവങ്ങളെയും ക്ഷമിക്കണമേ. അങ്ങയുടെ അവരിൽ പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ സഹായിക്കണം. സകല മാനവും മഹത്വവും പുകഴ്ചയും തിരുമേനിയെടുക്കണം യേശു മൂലം താഴ്മയായി ചോദിക്കുന്ന കൃപയോടെ കേൾക്കണം. പരിശുദ്ധ പിതാവേ, ആമേൻ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.